കഴിഞ്ഞ വീഡിയോയിൽ ഞാനും റോയൽ ഗെയിമിംഗ് കൂടെ നെതറിപ്പോയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിഗ്ലിനെ പേടിച്ചിട്ട്. കാര്യം ഞങ്ങളായിരുന്ന കൊള്ളാത്ത ഊച്ചാളി ഡയമണ്ട് ആർമറായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഗോൾഡ് ആർമറായിരുന്നു. കാര്യം അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഞാൻ റോയൽ ഗെയിം നെതറിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞങ്ങൾ മൈൻ ചെയ്തെടുത്ത ഗോൾഡ് എല്ലാം കൂടെ ചെസ്റ്റിനകത്ത് വെക്കാൻ തീരുമാനിച്ചു. ഐ മീൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഈ വീഡിയോ പറയുന്നത്. സോ ഇതാണ് ഡിസാസ്റ്റർ സർവർ ആൻഡ് ഞാനും ഇതിൽ ജോയിനായി. മുമ്പ് വരെ എനിക്കൊരു ഗോളില്ലായിരുന്നു ഈ സർവറിൽ. ആൻഡ് ഇതിൽ ഞാൻ രണ്ടാമത്തെ എപ്പിസോഡിലോ എന്നെ റേസറും മോനസും കൂടെ എന്നെ കൊന്നു. ആൻഡ് അതിൻ്റെ റിവെഞ്ചായിട്ട് ഞാൻ അവരുടെ ഓണറിൻ്റെ ടീമിനെ തന്നെ ഫുള്ള് കൊല്ലാൻ തീരുമാനിച്ചു. ആൻഡ് ഇതെപ്പോൾ നടക്കുമോ നടക്കാതിരിക്കുമോ എനിക്കറിയൂല. നടന്നു കഴിഞ്ഞാൽ ഉറപ്പാ ഞാൻ ബ്രോയായി. അതായത് ഗൈസ് ഞാൻ മൈൻ ചെയ്തുകൊണ്ട് വന്നു. ഞാൻ റോയൽ ഗെയിമിംഗ് കൂടെ മൈനിന് പോയിട്ട് ഗോൾഡ് ഡയമണ്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കിയായിരുന്നു. അത് അതായത് ഗോൾഡ് ഞാൻ എന്താ പറയുക ഫർണസിലോട്ട് ചൂടാക്കാൻ വെച്ച്. അതിനുശേഷം എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോയി. എനിക്ക് പോലും എൻ്റെ ഫോൺ ചുമ്മാ സ്ക്രീൻ റെക്കോർഡ് ഓഫാക്കും, ഞാൻ ഓണാക്കും, അവൻ ഓഫാക്കും, ഞാൻ ഓണാക്കും, അതൊക്കെ വിടും. അത് ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്ന് പറയുന്നത് ലോക്സ് ഗെയിമർ ഗെയിമിൽ കയറി. എന്നിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ഡയമണ്ട് ആർമറൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് എന്നെ അടിച്ച് കൂറമായി ഓടിച്ചു വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവനെന്നെ കൊല്ലാൻ ബന്ധപ്പെട്ട് ഇവൻ ലോക്സ് ഗെയിമർ അല്ലെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഇവൻ ലോക്സ് ഗെയിമർ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ കൊല്ലാൻ. അങ്ങനെ ഇവൻ എന്നെ കൊല്ലാൻ പരിപാടി ഗൈസ്. ടീമിൽ നിന്ന് പുറത്ത് പോടാമെന്നും പറഞ്ഞ് എന്നെ കുറേയിട്ട് അടിക്കുന്നുണ്ട്. 2000 years later. അങ്ങനെ അതിനുശേഷം ഞാൻ റോയൽ ഗെയിമിംഗ് കൂടെ മൈനിങ്ങിന് പോയി. അങ്ങനെ ഞങ്ങൾ കോപ്പർ ആർമറായി ഗൈസ്. ഡയമണ്ട് ആർമർ ഞങ്ങൾ കോപ്പർ ആർമറായി. അതിനുശേഷം എല്ലാ അയണും ഞാൻ സ്മെൽറ്റ് ചെയ്യാനിട്ട് ഗൈസ്. 4 അയണുണ്ട്, അതും ഞാൻ സ്മെൽറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ ഇൻവെൻറ്ററിൽ എന്തോ ഇരിക്കുന്നു നോക്കുക. കാര്യം ഇവൻ്റെ വലിയ ഡയമണ്ട് ആയവല്ലോണ്ട് ഇവന് തട്ടിയിട്ട് നമുക്കതും കൊണ്ട് ഓടാം ഗൈസ്. അതിനുശേഷം അയൺ വെച്ച് ഷീൽഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാര്യം ഒരുപാട് നേരം കേവിയിലിരിക്കുന്നത് നല്ലതല്ല. സോംബിയിലെ സ്പൂണിൽ തട്ടിക്കളയും. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഒരാൾ ജോയിൻ ചെയ്തത്. ആരാന്ന് നോക്കിയേ. ഫാൻസിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ത് പറയാനാ ഗൈസ്. അപ്പോൾ അതിനുശേഷം ഗൈസ് ഞാനാണെങ്കിൽ ചാറ്റിനകത്ത് മെസ്സേജ് ഇട്ടു ഞാനാരാത്. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ഹാക്കർ എംസിയുടെ റിപ്ലൈ വരുന്നവരെ. എന്നിട്ട് അവരുടെ റിപ്ലൈ വന്നുകയും ചെയ്തു. എന്നിട്ട് ഇതേപോലെ അവൻ്റെ ചിരിയും ഫാൻസ് ഗൈസ് എംസിയുടെ ഫാൻസ് ഡേ കൂടിക്കൊണ്ടിരിക്കും. എന്ത് പറയാൻ ഇപ്പോൾ സർവറി വരെ വേറെ ഓറാലവരായി. അത് കഴിഞ്ഞ് അവൻ മെസ്സേജ് ഇട്ടു ഗൈസ് ഞാൻ MC ഹാക്കർ MC ഇത് ഹാക്കർ ഒരു ഇപ്പം ഇറങ്ങി. ഇങ്ങനാണെങ്കിൽ ഇനി വേറെ MCകൾ വരും. അവരുടെ അവകാശം ചോദിച്ച് ഇപ്പം MC ഗെയിമർ ഹാക്കർ MC. ഇനി അടുത്ത MC ആരാവോ. ഹാക്കർ MC എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെയാണോടാ. ഇത്തിരി ബിൽഡപ്പ് ഒക്കെ വേണ്ടേ. പോയി ചത്തിരിക്കുന്നത് ഞാൻ നടക്കട്ടെ. ഞാൻ എല്ലാവരെയും ഹാക്ക് ചെയ്യും. നീ ചെയ്യും മണ്ടക്കുന്നൊരു ചത്ത്. നിനക്ക് ഹാക്കല്ല അതിൻ്റെ അപ്പുറം കിട്ടും. പണം കെട്ട് കയ്യിൽ നിന്ന് പോയി ആക്രമിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് വേള. പക്ഷേ എല്ലാം പോയി. നിങ്ങളൊക്കെ ഇങ്ങനെ പേരിട്ട് വരുവാണെങ്കിൽ ഇത്തിരി ബിൽഡപ്പൊക്കെ വേണ്ടേ. ആക്രമിച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേ അപവരെ സഹിച്ചു. അത് കഴിഞ്ഞില്ലേ വേറൊരാളും കൂടെ വന്നു. അയ്യോ ഞാനെന്ത് തെറ്റാളായിരിക്കുന്നത്. ഇത് പോലീസിന്റെ ഞാൻ കണ്ടില് എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തേ. അത് പോലീസ് പോടാ നാളെ കേട്ടടാ. എന്തോ നാളെ ഇതൊക്കെ. ആക്കറംസി ഇതേ കുഴപ്പമില്ല. ഇത് എന്തോ ദംസി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്തൊരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. ഇവൻ ചളി അടിച്ചിട്ട് ഇല്ലാണ്ടാക്കാൻ നോക്കുക. ഫാൻസ് കൂടിയാലും പറഞ്ഞാണല്ലോ. അങ്ങനെ ഇതൊക്കെ കേട്ട് അവൻ ഇത്രയും കൂടെ കുറച്ചും കൂടി ഇട്ടായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഉടനെ സർവറിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ 2-3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും സർവറിൽ കയറി. ഞാൻ ഇപ്രാവശ്യം അങ്ങനത്തെ പേരുള്ള ആരും ഇല്ലായിരുന്നു. സന്തോഷം. വന്ന ഉടനെ തന്നെ ഞാൻ ഇന്നലെ സ്ഥലം തപ്പാനാണ് നോക്കിയത്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ലോക്സ് ഗെയിമർ വിളിച്ചു. എടാ നീ എവിടെ എന്നും പറഞ്ഞ്. ഞാൻ പറയാം എടാ നീ അല്ലേ എന്നെ ഓടിച്ചു വിട്ടേ. പറഞ്ഞ് അല്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം കിട്ടിയത്. ഇത് എൻ്റെ ഹേറ്റത് എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ വന്നവൻ. അവൻ്റെ ടീമിൽ നിന്ന് ഇറക്കിയിട്ട് എന്നെ എന്തോ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനാവൻ. ഫാൻസിൻ്റെ കാര്യം എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കണോടാ. ആളെ ഞാൻ ഒരു പാവപ്പെട്ട കോഴിയെ പോലും ഭയങ്കര കൊല്ലാൻ അറിയാത്തവരാണ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ നോക്കുന്നത്. എന്നോന്നാണ് ഇത്. ഇതെല്ലാം പോട്ടാ ഹാക്കർ MC. ഇനി അടുത്ത MC
നിർത്തിയതോടാ. ഇനി ഇത് വേറൊരു MC വരാൻ പാടില്ല ഇതിൻ്റെ അകത്ത് ഞാനല്ല, വേറെ ആൾക്കാരുണ്ട്, മോനസുണ്ട്, സോളുണ്ട്, റൈസറുണ്ട്. അവരൊക്കെ പോയി ഇങ്ങനെ അടിക്കല. എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞോ പാപ്പാടെ അവളെ വരിയൊക്കെ മൈക്രോഫോണിൽ റിലാക്സ് ചെയ്ത് കളിക്കാൻ സമ്മതിക്കൂല. ഇപ്പോൾ ഈ ഹാക്കർ MCയും പിന്നെ എന്തോ പറയുന്നേ വേറൊരു MC വന്നില്ലേ, അവൻ്റെ അടുത്ത് ഞാൻ ദയവ് ചെയ്ത് റിക്വസ്റ്റ് പറയുക, എടാ മോനസ് അങ്ങനത്തെ പേരൊക്കെ ഇറക്കി വാടാ, ഞാൻ വീഡിയോ എടുക്കാം, ഇനി ഞാൻ ഫേമസ് ആക്കാം അങ്ങനെ വേണമെങ്കിൽ. അതിനുശേഷം ലോക്സ് ഗെയിമർ എന്നെ വിളിച്ചു ഗൈസ്. എന്നിട്ട് അവൻ ചോദിച്ചു, എടാ നീ എവിടെയാടാ, ബേസ് എവിടെയായിട്ടാ നീ ഉണ്ടാക്കിയെന്ന്. അപ്പം ഞാൻ പറയും, ഞാനൊന്നും ബേസ് ഉണ്ടാക്കിയില്ല, നീ എന്നെ TV പുറത്താക്കിയിട്ട് നീ ഞാൻ ബേസ് ഉണ്ടാക്കാനോ? എപ്പം ഏത് കാലത്ത്? ഇപ്പോൾ കുറച്ച് മുമ്പ് നിൻ്റെ അക്കൗണ്ടിൽ കയറി പിന്നെ ആരായിരുന്നു? ഏത് കാലത്ത്? ഞാൻ തിയേറ്ററിലായിരുന്നു. അതെ ഗൈസ്, ലോക്സ് ഗെയിമർ തിയേറ്ററിലായിരുന്നു. അവൻ പടം കാണുമായിരുന്നു, അവൻ്റെ അക്കൗണ്ടിൽ അതേസമയം ആരോ കയറി. അതിൻ്റെ അർത്ഥം MC ഗെയിമർ, ആ 2 MC ഗെയിമറും ഈ ലോക്സ് ഗെയിമറും ഒരേ ആൾ തന്നെയാണ്. ലോക്സ് ഗെയിമറിൻ്റെ അക്കൗണ്ടിൽ കയറിയാലും പിന്നെ MC ഹാക്കർ MC വന്നതും ഒരാൾ തന്നെയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ലോക്സ് ഗെയിമറിൻ്റെ കോർഡിനേറ്റർ ഇറങ്ങി ഗൈസ്. അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. എൻസോ ഈ സർവർ കയറിയ സമയത്ത് വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടു ഗൈസ്. ആ വീഡിയോയിൽ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് അവസാന പാർട്ടിൽ ഞാൻ അവൻ്റെ അടുത്ത് വരുന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് MC ഗെയിമർ ഞങ്ങളുടെ ടീം എപ്പോൾ ഏത് കാലത്തായെന്ന്. ആൻഡ് ഇവിടെ വെച്ചാണ് എൻ്റെ ഒരു കാര്യം ഞാൻ സർവർ നിർത്തിയ സമയത്ത് എൻ്റെ കയ്യിൽ ഫുഡുമില്ല, ഹാർട്ടും ഒന്നുമില്ലായിരുന്നു. ആൻഡ് ഞാൻ അവൻ്റെ വീഡിയോയ്ക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കിഴങ്ങ് കഴിക്കുന്നു. അതായത് അവൻ എൻ്റെ അക്കൗണ്ടിൽ കയറി പണി ചെയ്തു. പിന്നെ അവൻ എൻ്റെ ഒരു ഡയലോഗും കോപ്പി അടിച്ചു, ബടാ യൂട്യൂബർ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ്, ഇതെൻ്റെ ഫാനാണ്, കാര്യം എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ കറക്റ്റ് ആ ഡയലോഗും കോപ്പി അടിച്ച്. എന്നിട്ട് തന്നെ ലോക്സ് ഗെയിമർ വിളിച്ചു ഗൈസ് പുതിയ ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാനും ലോക്സ് ഗെയിമറും കൂടെ പുതിയ ബേസ് കണ്ടുപിടിക്കാൻ ഇറങ്ങി. അങ്ങനെ കുറേ ഒരു ദൂരത്ത് നടന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടി പുതിയൊരു സ്ഥലം, അതായത് വില്ലേജ്. ഈ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സീക്രട്ട് പീസ് ഉണ്ടാക്കാനുള്ള സ്ഥലവും ഉണ്ട് ഗൈസ്. ആൻഡ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ വില്ലേജ് ഫുൾ ചെക്കിങ് ആയിരുന്നു. കാര്യം ഈ വില്ലേജ് വല്ല സോംബി മാക്കാച്ചി കൂക്കാച്ചി വല്ലതും ഉണ്ടാകുന്നു. ഈ മോബൊക്കെ എപ്പോൾ വന്നെന്ന് എൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ പാടില്ല. അതിനുശേഷം ഞങ്ങൾ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തോട്ട് വിട്ട് അവിടെ മൈൻഡ് ചെയ്യാൻ തുടങ്ങി. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഇന്ത്യനെ ഞങ്ങൾ ബേസ് മാറിയെന്നില്ലേ ഗൈസ്, അത് ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസർ ഞങ്ങളുടെ ബേസ് കണ്ടുപിടിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ ബേസ് മാറിയത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഇൻവെൻ്ററി നിങ്ങളിപ്പോൾ കുറേ ആർമർ കണ്ട് കാണും. ആ ആർമറൊക്കെ ബാക്കപ്പ് ആർമറാണ്. അത് ഞങ്ങൾ എടുത്തുകൊണ്ട് ഈ ബേസിലോട്ട് വിട്ടു ഗൈസ്. കാര്യം മനസ്സിലായല്ലോ, റൈസർ എടുത്തോണ്ട് സാധ്യതയുണ്ട്. കാര്യം ഈ ഡയമണ്ട് ഭ്രാന്തനാണ്. അങ്ങനെ ഞാൻ പകുതിയോളം മൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ദുഷ്ടക്കണ്ണുകൾ വീണ്ടും ഞങ്ങളുടെ ബേസിൽ പതിഞ്ഞു. അത് തന്നെ റൈസർ ബേസ് ടീം പിടിച്ച് വന്നു ഗൈസ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റീവായി നിൽക്കുന്നു. കണ്ട ഞാൻ പറയാം, റൈസറിനെ ബാൻ ചെയ്യണം, റൈസറിനെ ബാൻ ചെയ്തിരിക്കണം. അപ്പോൾ ഗൈസ് ഇവിടെ ലോക്സ് ഗെയിമർ ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഇൻസിബിളുടെ പാർട്ടിക്കിൾ കണ്ണെന്ന് പറഞ്ഞു റൈസറിൻ്റെ. അപ്പോൾ അവൻ ഇവിടെ ഇൻസിബിൾ പോഷൻ അടിച്ചിട്ട് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറയാം, റൈസറിനെ ഈ ബാൻ ചെയ്യണം. ഇവൻ പട്ടി റൈസർ ഞങ്ങളുടെ ബേസൊക്കെ ഒടിഞ്ഞു നോക്കുക. ഞാൻ ഇന്ന് വരെ ഇട്ട ഡിസാസ്റ്റർ വീഡിയോയിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ഡിസാസ്റ്ററിൻ്റെ IP ഇമ്പോർട്ടും ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ജോയിൻ ചെയ്യുക. ലേറ്റായെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞില്ലേ, അതിനെനിക്ക് നന്ദി പറയണം. എല്ലാവരും നന്ദി പറയണം കമൻറ്റിൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് സബ്സ്ക്രൈബ് എപ്പോഴും ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ വെക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവിടെ തന്നെ വീഡിയോ വെച്ച് ചത്തു. ഞാൻ വീഡിയോ വെച്ചില്ലായിരുന്നു, എങ്ങനെയോ എത്ത് എനിക്കറിയില്ല ആരാത്തെന്ന്. അവൻ്റെ പേരെനിക്ക് തോന്നുന്നു റൈസറാന്ന്.